വിദേശത്ത് വോട്ട് ചെയ്യുന്ന ബംഗ്ലാദേശികൾ ഇന്ത്യൻ പ്രവാസികൾക്ക് ഇനിയും പ്രതീക്ഷ മാത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ അവരുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക വികസനത്തിനും വലിയ സംഭാവനയാണ് നൽകുന്നത്. എന്നാൽ രാഷ്ട്രീയമായി അവരുടെ ശബ്ദം കേൾക്കപ്പെടുന്നുണ്ടോ എന്നത് പല രാജ്യങ്ങളിലും ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. സമീപകാലത്ത് ബംഗ്ലാദേശ് എടുത്ത ഒരു തീരുമാനമാണ് ഈ വിഷയത്തെ വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ബംഗ്ലാദേശ് സർക്കാർ ആദ്യമായി വിദേശത്ത് താമസിക്കുന്ന പൗരന്മാർക്ക് ദേശീയ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോസ്റ്റൽ വോട്ട് BD എന്ന സംവിധാനത്തിലൂടെ വിദേശത്ത് കഴിയുന്ന ബംഗ്ലാദേശികൾക്ക് തപാൽ വോട്ടിംഗ് വഴി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം നൽകുന്നു. ലോകത്ത് ഏകദേശം 12 മുതൽ 15 മില്യൺ വരെ ബംഗ്ലാദേശ് പ്രവാസികൾ ഉണ്ടെന്നാണ് കണക്ക്. ഇവരിൽ ലക്ഷക്കണക്കിന് പേർ ഇതിനകം തന്നെ ഈ സംവിധാനത്തിലൂടെ വോട്ടറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2025 ആരംഭിച്ച രജിസ്ട്രേഷൻ പ്രക്രിയയിൽ 3 ലക്ഷത്തിലധികം പ്രവാസികൾ വോട്ടറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നീട് വിവിധ രാജ്യങ്ങളിൽ നിന്നായി 50,000-ലധികം പേർ തുടക്കത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ സംവിധാനം ഉപയോഗിച്ച് 148 രാജ്യങ്ങളിൽ താമസിക്കുന്ന ബംഗ്ലാദേശ് പൗരന്മാർക്ക് തപാൽ വഴി വോട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പദ്ധതി രൂപകൽപ്പന ചെയ്തത്. ഇനി ഇന്ത്യയിലെ പ്രവാസികളുടെ സ്ഥിതിയോ? ലോകത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹങ്ങളിൽ ഒന്നാണ് ഇന്ത്യക്കുള്ളത്. ഏകദേശം 3 കോടിയിലധികം ഇന്ത്യൻ പ്രവാസികൾ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം വിദേശത്ത് താമസിക്കുന്ന പൗരന്മാർക്ക് വോട്ടവകാശമുണ്ടെങ്കിലും അവർക്ക് നേരിട്ട് നാട്ടിലെത്തിയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന വ്യവസ്ഥ നിലവിലുണ്ട്. അതായത് വിദേശത്ത് നിന്ന് തപാൽ വോട്ട് അല്ലെങ്കിൽ ഓൺലൈൻ വോട്ട് പോലും സംവിധാനങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾ പ്രവർത്തിക്കുന്നു. ഒമാൻ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻതോതിൽ റിമിറ്റൻസ് നൽകി വരുന്നവരാണ്. എന്നാൽ അവർക്ക് രാഷ്ട്രീയ പങ്കാളിത്തം പ്രായോഗികമായി പരിമിതമാണ്. നാട്ടിലെത്തി വോട്ട് ചെയ്യുന്നത് പലർക്കും സാമ്പത്തികമായി പ്രയാസകരമാണ്. ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങൾ പ്രവാസികൾക്ക് തപാൽ വോട്ടിംഗ് നടപ്പിലാക്കി തുടങ്ങിയ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രവാസികൾക്കും സമാനമായ സംവിധാനം വേണമെന്നാണ് ആവശ്യം വീണ്ടും പ്രവാസികൾക്കിടയിൽ ശക്തമാകുന്നത്. ജനാധിപത്യത്തിൽ ഓരോ പൗരന്റെ ശബ്ദവും പ്രധാനമാണ്. രാജ്യത്തിന്റെ വികസനത്തിൽ സാമ്പത്തികമായി വലിയ പങ്ക് വഹിക്കുന്ന പ്രവാസികൾ രാഷ്ട്രീയ പങ്കാളിത്തം കൂടി ഉറപ്പാക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചർച്ച. ഏഷ്യൻ ഗ്രാഫ്, ഒമാൻ.